ഭഗവത്ഗീത സാംഖ്യയോഗത്തിലെ 36-ാമത്തെ ശ്ലോകം. അവാച്യ പാദാംശ ബഹൂൻ വദിഷ്യന്തി തപാഹിതാഹ നിന്ദസ്തവ സാമർത്ഥ്യം തതോ ദുഃഖതരന്വിക്കും. ശത്രുക്കൾ നിന്റെ സാമർത്ഥ്യത്തെ പുച്ഛിച്ചു തള്ളിക്കൊണ്ട് പറയുവാൻ പാടില്ലാതെ പലതും പറയും. അതിനേക്കാൾ ദുഃഖകരമായി മറ്റെന്തുണ്ട് എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. നമ്മുടെ മനസ്സ് ദുർബലമാകുമ്പോൾ, ഒരാളുടെ മനസ്സ് ദുർബലമാകുമ്പോൾ അയാളുടെ മഹത്വമൊക്കെ മറന്നു പോകും. ക്ഷീണിതനായ ഒരാൾക്ക് നല്ല ഔഷധങ്ങൾ കൊടുത്ത് അയാളുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നത് പോലെ അർജുനൻ്റെ തളർന്ന മനസ്സിനെ പ്രചോദനമാകുന്ന വാക്കുകളേകി അർജുനനെ തട്ടി ഉണർത്താൻ ശ്രമിക്കുകയാണ് കൃഷ്ണൻ. ചെറിയൊരു തട്ട് കിട്ടിയാൽ അർജുനൻ തൻ്റെ ശക്തിയും കരുത്തും തിരിച്ചറിയുമെന്നും പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരുമെന്നും കൃഷ്ണന് അറിയാം. കാരണം അർജുനൻ അത്ര നിസാരനായ ഒരാളൊന്നുമല്ല, എല്ലാ കഴിവുമുള്ള ആളാണ്. പക്ഷേ ഏതോ കാരണത്താൽ, മമത കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് തളർന്നുപോയി. ഇതിന് മുമ്പ് നിരവധി യുദ്ധങ്ങൾ നേരിട്ടിട്ടുള്ള ആൾ തന്നെയാണ് അർജുനൻ. പക്ഷേ ഇവിടെ അർജുനനെ സംബന്ധിച്ചിടത്തോളം ബന്ധുക്കളെയാണ് കൊല്ലേണ്ടി വരുന്നത്. അവിടെയാണ് മനസ്സ് തളർന്നു പോയിരിക്കുന്നത്. ഇവിടെ ധർമാധർമ്മങ്ങളുടെ ഒരു യുദ്ധമാണ് നടക്കുന്നത്. ധർമ്മപക്ഷത്ത് നിൽക്കുന്ന അർജുനൻ യുദ്ധത്തിൽ നിന്നും മമത കാരണം പിന്തിരിഞ്ഞാൽ പിന്നെ അവിടെ അധർമ്മം ജയിക്കുവാൻ ഇടയാകും. അത് ലോകത്തിന് ഹാനികരമാണ്. ധർമ്മമാണ് ജയിക്കേണ്ടത്, ധർമ്മമാണ് ലോകത്ത് നിലനിൽക്കേണ്ടത്. സത്യവും ധർമ്മവും ലോകത്ത് നിലനിൽക്കുമ്പോഴാണ് ശാന്തിയും സമാധാനവും കൈവരുന്നത്. പരസ്പരം ഓരോരുത്തരും അവരവരുടെ ധർമ്മം പാലിക്കുമ്പോഴേ വീട്ടിലും നാട്ടിലും രാഷ്ട്രത്തിലുമൊക്കെ ശാന്തിയും സമാധാനവും കൈവരികയുള്ളൂ. എല്ലാവരും അധാർമികമായി പ്രവർത്തിക്കുകയാണെങ്കിൽ നാട്ടിൽ സംഘട്ടനങ്ങളും സംഘർഷങ്ങളുമായിരിക്കും ഉടലെടുക്കുക. എപ്പോഴും സമൂഹത്തിൻ്റെ താളലയം നിലനിൽക്കുന്നത് ധാർമ്മികമായി ജീവിക്കുമ്പോൾ തന്നെയാണ്. നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന എല്ലാ അക്രമങ്ങൾക്കും അനാചാരങ്ങൾ കാരണം ഓരോരുത്തരും അധാർമികമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് നിയമങ്ങൾ വെച്ചിരിക്കുന്നത്. ഒരു രാജ്യത്തിന് ഒരു നിയമമുണ്ട്, ഒരു ഭരണഘടനയുണ്ട്. അതനുസരിച്ച് അവിടുത്തെ ജനങ്ങൾ ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോഴേ ആ രാജ്യത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ പ്രപഞ്ചത്തിന് ഒട്ടാകെ ഒരു നിയമമുണ്ട്. ആ നിയമം പാലിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ആ നിയമം പാലിക്കാതിരിക്കുമ്പോഴാണ് എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ധർമ്മത്തെ മുൻനിർത്തുക എന്നത് തന്നെയാണ് ഗീതയുടെ ഉദ്ദേശം. കൃഷ്ണൻ അർജുനനോട് പറയുന്നതും അതുതന്നെയാണ്. അർജുനൻ ധർമ്മപക്ഷത്താണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള അർജുനൻ ധർമ്മപക്ഷത്തിൽ നിന്ന് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോയാൽ പിന്നെ അധർമ്മികൾക്ക് എന്തും ചെയ്യാമെന്ന നില സമൂഹത്തിലുണ്ടാകും. അത് വരാൻ പാടില്ല. ഓരോരുത്തരും അവരവരുടെ ധർമ്മം പാലിക്കണം എന്നത് തന്നെയാണ് ഗീതയുടെ ഉദ്ദേശം. ഒരു പുത്രൻ തൻ്റെ പുത്രധർമ്മം കൃത്യമായി പാലിക്കുമ്പോഴാണ് നല്ല ഒരു പുത്രനാവുന്നത്. ഒരു പിതാവ് തൻ്റെ പിതാവിൻ്റെ എല്ലാ കർത്തവ്യങ്ങളും ഭംഗിയായി ചെയ്യുമ്പോഴാണ് അയാൾ നല്ലൊരു പിതാവാകുന്നത്. ഒരു സഹോദരൻ സഹോദരധർമ്മങ്ങളൊക്കെ പാലിക്കുമ്പോഴാണ് നല്ലൊരു സഹോദരനാകുന്നത്. ഒരു ഡ്രൈവർ കൃത്യമായി തൻ്റെ ധർമ്മം പാലിച്ച് ട്രാഫിക് നിയമം അനുസരിച്ച് പോകുമ്പോഴേ അപകടമില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുകയുള്ളൂ. എവിടെയൊക്കെ നമ്മൾ നിയമം ലംഘിക്കുന്നുവോ അവിടെയൊക്കെ പ്രശ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ടാണ് ധർമ്മത്തെ നിലനിർത്തണം എന്ന് പറയുന്നത്. ഇവിടെ അർജുനൻ യുദ്ധം ഒഴിവാക്കാൻ ശ്രമിച്ചതായിരുന്നു, പക്ഷെ ഒഴിവായില്ല. സൂചി കൊണ്ട് കുത്താനുള്ള സ്ഥലം പോലും തരില്ലെന്ന് ദുര്യോധനൻ പറഞ്ഞു. അങ്ങനെയാണ് യുദ്ധം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു യുദ്ധക്കളത്തിൽ നിന്ന് ധർമ്മപക്ഷത്ത് നിൽക്കുന്ന അർജുനൻ മമത കാരണം പിന്മാറിയാൽ പിന്നെ ധർമ്മത്തെ ആര് സംരക്ഷിക്കും? അതാണ് ഇവിടുത്തെ പ്രശ്നം. അതാണ് കൃഷ്ണൻ അർജുനനെ ഉണർത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അർജുനൻ മമത കാരണമാണ് തളർന്നു പോയിട്ടുള്ളത്. അതിൽ നിന്നും ഉണർത്താൻ വേണ്ടി അർജുനൻ എല്ലാ വശത്തു നിന്നും തട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണൻ. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ബാക്കി നോക്കാം.